നമസ്കാരം. കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങി മന്ത്രി കസേര കരസ്ഥമാക്കിയതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ പേരാണ് കർമ്മ പദ്ധതി. അതെ, നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് 18 മാസത്തെ വികസന പദ്ധതികൾക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതിനുവേണ്ടി 18 മാസത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുന്നതും തുടങ്ങാൻ സാധിക്കുന്നതുമായിട്ടുള്ള പദ്ധതികളുടെ ലിസ്റ്റ് എന്തൊക്കെയാണ് എന്ന് അറിയിക്കാനായി അടിയന്തര അറിയിപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ. സർക്കാർ വകുപ്പുകൾക്കാണ് ഇതിനു വേണ്ടിയുള്ള വിവരങ്ങൾ നൽകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത സെക്രട്ടറി തല യോഗത്തിലാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ സർക്കാർ ഭാഷയിൽ ഇതിന്റെ പേര് കർമ്മ പദ്ധതിയാണെങ്കിൽ പോലും തലയിൽ ആൾതാമസമുള്ള ജനങ്ങൾക്ക് ആളെ പറ്റിക്കുന്ന പദ്ധതിയായി ഇത് മാറുമെന്നത് ഉറപ്പ്. അതായത് വെറും പേപ്പർ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതികൾ മാത്രമേ 2 തവണ അധികാരത്തിലേറി, കൃത്യമായി പറഞ്ഞാൽ 8 വർഷത്തോളം അധികാരം കയ്യിലുണ്ടായിരുന്ന പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളൂ. ജനങ്ങളെയും ജനങ്ങൾക്ക് വേണ്ടുന്ന പദ്ധതികളെയും ഒന്നും തന്നെ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. ജനങ്ങളെയും ഒപ്പം കേന്ദ്രത്തെയും പറ്റിക്കാൻ വേണ്ടി മാത്രം ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുക, അതിനുവേണ്ടി ആ പദ്ധതിക്ക് ഒരു ചെല്ലപ്പേരിട്ട് നൽകുക, അത് ഏതെങ്കിലും പേപ്പറിൽ എഴുതി നൽകി അതിന്റെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അടിച്ചു മാറ്റുക. ഇത് ഭരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അതായത് പാർട്ടിയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. അത് സൈബർ കമ്മികൾക്ക് നൽകി അത് ഇടതു സർക്കാരിൻ്റെതാണെന്ന് അവകാശപ്പെട്ട് പദ്ധതിയുടെ പേരും സർക്കാരിന്റെ പേരും എല്ലാം വൈറലാക്കുന്നു. ചില പദ്ധതികൾ അത്തരത്തിൽ ഒന്നുമല്ലാതായി പോകുന്നു. പോസ്റ്ററുകളിൽ സ്വന്തം തല കാണിക്കാനുള്ള മുഖ്യന്റെ ആഗ്രഹ സഫലീകരണം മാത്രമായിട്ടാണ് കേരളത്തിൽ ഇടതു സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികൾ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇടതു സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിൽ ഒരു പദ്ധതി പോലും കൃത്യമായി നടപ്പിലായിട്ടില്ല എന്നതാണ് വാസ്തവം. ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി ഒരു പദ്ധതിയും പിണറായിയുടെ കീഴിൽ നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ നടപ്പിലാക്കും എന്ന് പറഞ്ഞ പദ്ധതികളെല്ലാം പബ്ലിസിറ്റിയിലൂടെ 4 ആളെ അറിയിക്കുകയും അതിന്റെ പേരിലുള്ള ക്രെഡിറ്റും അതിന്റെ പേരിലുള്ള കേന്ദ്ര ഫണ്ടും നേടിയെടുത്തതിനു ശേഷം ആ പദ്ധതി ആ വഴിക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കാൻ പോകുന്ന അത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കർമ്മ പദ്ധതിയും തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ജനങ്ങളെ പറ്റിക്കാൻ പോകുന്ന വെറും തട്ടിപ്പ് പരിപാടിയാണ് എന്നത് ഉറപ്പാണ്. എന്തായാലും ഇതിനുവേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 18 മാസത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുന്നതും തുടങ്ങാൻ സാധിക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയെന്ന് അടിയന്തരമായി സർക്കാരിനെ അറിയിക്കണമെന്നതാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രത്യേക ലിങ്ക് വഴിയാണ് ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 തരത്തിലുള്ള പദ്ധതികളായിരിക്കണം നിർദ്ദേശിക്കേണ്ടത്. അതായത് 18 മാസത്തിനകം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന പദ്ധതികൾ, 18 മാസത്തിനുള്ളിൽ ഭാഗികമായി നടത്താൻ സാധിക്കുന്ന പദ്ധതികൾ, പിന്നെ അത് 18 മാസത്തിനുള്ളിൽ തുടങ്ങാൻ സാധിക്കുന്ന പദ്ധതികൾ. ഇത്തരത്തിലാണ് 3 പദ്ധതികൾ ഉള്ളത്. അടുത്ത 18 മാസത്തിനകം പ്രഖ്യാപിക്കാൻ കഴിയുന്നവയും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഇതിന് ആവശ്യമായ ഫണ്ട് എത്രയെന്നും അറിയിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പദ്ധതി രൂപീകരണത്തിനായി വകുപ്പുകളിൽ പ്രത്യേക നോഡൽ ഓഫീസറെയും നൽകണമെന്നാണ് നിർദ്ദേശം. എല്ലാ മാസവും സെക്രട്ടറി തല യോഗം ഇവയുടെ വിലയിരുത്തൽ നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 8 വർഷത്തിനിടെ രൂപം നൽകിയിരിക്കുന്ന 32 പദ്ധതികൾ 4 ബാച്ചുകളിലായി തിരിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട്. കൊച്ചി മെട്രോ, 2ാം ഘട്ട വാട്ടർ മെട്രോ, വെസ്റ്റ് കോസ്റ്റ് ജലപാത, തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയനാട് റോഡ്, ശബരിമല വിമാനത്താവളം, കെ-ഫോൺ ജലജീവൻ പദ്ധതി മിഷൻ, സിറ്റി ഗ്യാസ്, രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം, അഴീക്കൽ തുറമുഖം തുടങ്ങിയവയാണ് ഇത്തരത്തിൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്ന പദ്ധതികളിൽ പ്രധാനമായും ഉൾപ്പെടുന്നവ. അഴീക്കൽ തുറമുഖം തുടങ്ങിയവയെല്ലാമാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ 32 പദ്ധതികളിൽ ഉൾപ്പെടുന്ന പ്രധാന പദ്ധതികൾ എന്നതാണ് വിവരം. ഇതിൽ വാട്ടർ മെട്രോയും KM സിറ്റി ഗ്യാസ് എന്നിവയെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും അത് അങ്ങനെ തന്നെ നിന്നു പോയവയാണ്. എന്ന് വെച്ചാൽ പദ്ധതികൾ പൊളിഞ്ഞവയാണ് എന്നും ചുരുക്കം. സിൽവർ ലൈൻ പദ്ധതി സ്വപ്ന പദ്ധതി ആയിരുന്നുവെങ്കിൽ പോലും 2022 ഒക്ടോബറിൽ പ്രധാന പദ്ധതികളുടെ പട്ടിക പരിഷ്കരിച്ചപ്പോൾ സർക്കാർ അതിനെ ഒഴിവാക്കേണ്ടി വന്നു. പദ്ധതികൾ പല കാരണങ്ങളാൽ ഇഴയുന്നതിനാലാണ് ഇപ്പോൾ പ്രായോഗികവുമായിട്ടുള്ള പദ്ധതികൾ 18 മാസത്തിനകം സ്വീകരിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നു എന്ന വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇതെല്ലാം 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എടുത്തു പറയാവുന്ന വലിയ വികസന പദ്ധതികൾ ഇല്ലെന്നുള്ള
തരത്തിലുള്ള വിമർശനത്തെ മറികടക്കാനും വോട്ട് പിടിക്കാനുമുള്ള തന്ത്രവുമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്.